വാഴക്കാട് പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ട് ഏകദേശം 14-15 കൊല്ലമാണായത്. എനിക്ക് 43 വയസ്സായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാഴക്കാട്ട് മുജാഹിദിന് പള്ളിയുണ്ട്, മദ്രസയുണ്ട്. എന്നിട്ട് എന്ത് പച്ചക്കള്ളമാണ് പേരോട് പ്രസംഗിക്കുന്ന സമയത്ത് വാഴക്കാട്ട് മുജാഹിദിന് ഒരു പള്ളി പോലുമില്ല. ഇത്രയും പച്ചക്കള്ളം പറയാൻ ഇദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? ഞാൻ ഇദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു വാഴക്കാട്ടേക്ക്. നിങ്ങൾ വരണം. എന്നിട്ട് നിങ്ങളുടെ സുന്നി എന്ന് പറയുന്ന നിങ്ങളുടെ ആളുകളുടെ മുന്നിൽ വെച്ച് ഇത് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഞാൻ നിങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. സഹോദരന്മാരെ, ഈ രീതിയിലുള്ള പച്ചനുണകൾ മാത്രമല്ല, ഈ പള്ളി അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ, കേരളത്തിലെ ആളുകൾക്കൊക്കെ വാഴക്കാടിന്റെ ചരിത്രം അറിയില്ലേ? പ്രസിദ്ധമായ കുത്തുബി തങ്ങളും ബഹുവന്യരായ കണ്ണിയത്ത് ഉസ്താദും അടക്കമുള്ള ആലിമീങ്ങൾ ദർസ് നടത്തിയ ദാറുൽ ഉലൂം അറബിക് കോളേജ് വഹാബികൾ പിടിച്ചടക്കിയ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണോ മുജാഹിദിന് ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പറഞ്ഞത്? ഇത് പച്ചക്കള്ളമാണ്. രണ്ടാമത്തെ ഒരു വിഷയം, പള്ളി ഉണ്ടാക്കിയത്, മുജാഹിദിന്റെ പള്ളി ഉണ്ടാക്കിയത് കാന്തപുരം വിഭാഗത്തിന് നേതൃത്വം നൽകി, പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഉസ്താദിനെ കൊണ്ടുവന്ന് പരിപാടി നടത്തുമ്പോൾ ഒരു ബെഞ്ചോ കസേരയെ പോലും പിടിച്ചിട്ട ഒരു പ്രവർത്തകൻ പോലും സുന്നത്ത് ജമാഅത്ത് വിട്ട് മുജാഹിദിന്റെ ആശയത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഞാൻ വാഴക്കാട്ടേക്ക് വെല്ലുവിളിക്കുന്നു. ആലോചിക്കണം. ഇന്നും വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ സജീവമായി പേരോട് ഉസ്താദിന്റെ ആ പ്രഭാഷണത്തോടുകൂടി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ സംഘടനയുടെ ഉയർന്ന നേതാവായ വാഴക്കാട്ടിലുള്ള ഒരു പ്രവർത്തകനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പേരോട് പറയാണ്, ഹമീദ് ഫൈസി പ്രസംഗത്തിൽ പറഞ്ഞ, ഞാൻ വീട്ടിൽ താമസിച്ചിരുന്ന, ഭക്ഷണം കഴിക്കാൻ സ്ഥിരമായി വന്നിരുന്ന, കിതാബ് നോക്കാൻ സ്ഥിരമായി ഉപയോഗപ്പെടുത്തിയിരുന്ന ആ വീട്ടുകാരൻ പോലും ഇന്ന് കാന്തപുരത്തിന്റെ കൂടെയില്ല എന്ന് ഞാൻ പറഞ്ഞതിന് ആ ആളാണ് ഈ ആള് എന്ന് പറഞ്ഞിട്ടാ കൂട്ടിക്കൊണ്ടിരുന്നത്. ആ ആളാണോ ഈ ആള്? അവിടെ പള്ളി ഉണ്ടായിട്ടുണ്ടോ മുജാഹിദിന്? ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മുജാഹിദ് AP വിഭാഗം ആളുകൾ മുജാഹിദിക്ക് പോയിട്ടുണ്ടോ? അവിടെ സുന്നിക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ടോ? സംക്ഷിപ്തമായി വാഴക്കാട്ടും ധാരാളം പ്രവർത്തകന്മാർ ഇത് കേട്ടറിഞ്ഞിട്ട് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകനായ അലി അക്ബർ, ഷിഹാബ് തുടങ്ങി ഹമീദ് ഫൈസ് ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഷിഹാബ് വാഴക്കാട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആ സത്യം നിങ്ങൾ നേരിട്ട് കേൾപ്പിക്കും. വാഴക്കാട്ടുകാർ പറയട്ടെ ഇതിന്റെ സത്യം. അസ്സലാമു അലൈക്കും. ഇപ്പോൾ എൻ്റെ നാട്ടുകാരനായ ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കിവിടെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നത്. അദ്ദേഹം ഒരുപക്ഷെ സ്വാഗതം പറയുകയും അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ തുടർന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വാഴക്കാട് മുജാഹിദിന് പള്ളി ഉണ്ടായിരുന്നു ആദ്യം തന്നെ എന്നാണ് ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഈ കേൾക്കുന്ന ആളുകൾക്ക് വാഴക്കാട് വന്ന് പരിശോധിക്കാം. അവിടെ മുജാഹിദിന് മാത്രമായിട്ട് ഒരു പള്ളിയും ഉണ്ടായിരുന്നില്ല. അവിടെ മുജാഹിദും ജമാഅത്തും എല്ലാവരും കൂടി നിസ്കരിക്കുന്ന ഒരു പള്ളിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പള്ളി പേരോട് വന്ന് പ്രസംഗിച്ചപ്പോ അവിടുത്തെ മുജാഹിദ് സംഘടനാപരമായി കെട്ടുറപ്പോട് കൂടി ആയപ്പോ അവർ ആ പള്ളി ഏറ്റെടുത്ത് നടത്താൻ കെൽപ്പുള്ളവരായി മാറി. അതാണ് പേരോട് അവിടെ വന്ന് പ്രസംഗിച്ചതിന്റെ ഒരു ഗുണം. പിന്നെ വാഴക്കാട് 4 പള്ളി പുതുതായി ഉണ്ടായി എന്ന് ഹമീദ് ഫൈസി പറഞ്ഞ കാര്യം, അവിടെ 4 പള്ളിയല്ല ഉണ്ടായിട്ടുള്ളത്, 5 പള്ളി ഉണ്ടായിട്ടുണ്ട്. 6ാമത്തെ പള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധിക്കാൻ വേണ്ടി ഞാൻ ആ സ്ഥലവും കൂടി പറയാണ്. വാഴക്കാട് താഴങ്ങാടി ഒരു പള്ളി, എടശ്ശേരിക്കുന്നത്ത് പള്ളിയും മദ്രസയും, വാഴക്കാട് ചെറുവട്ടൂർ മുജാഹിദ് പള്ളി, ചീനി ബസാറിൽ ഒരു പള്ളി, പൂവാടിച്ചാലിൽ ഒരു പള്ളി. അവസാനം പറഞ്ഞ ഈ 2 പള്ളിയും പേരോട് പ്രസംഗിച്ചതിന്റെ ഇടത്തും വലത്തുമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പേരോട് പ്രസംഗിച്ച സദസ്സിന്റെ ഇടത്തും വലത്തുമായിട്ടാണ്, അതിനരികിലായിട്ടാണ് ഈ 2 പള്ളിയും ഉണ്ടായിട്ടുള്ളത്. 6ാമത്തെ പള്ളി വാഴക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മുന്നിൽ ഇപ്പൊ KNM സ്ഥലമെടുത്തുകൊണ്ട് അവിടെ
പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബെഞ്ചും ഡെസ്കും പിടിച്ച ഒരു വ്യക്തി പോലും APയിൽ നിന്ന് മാറിയിട്ടില്ല. വാഴക്കാട്ട് ഈ പരിപാടിക്ക് പാട്ടപ്പിരിവ് നടത്തിയ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരു സുഹൃത്തുണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. ആ ആളെ നേരിൽ സംസാരിക്കാൻ അദ്ദേഹം റെഡിയാ. ഞാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന മറ്റ് സംഘടനാ പ്രവർത്തകരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, അദ്ദേഹത്തിന് മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ റെഡിയാണ്. അദ്ദേഹം പറഞ്ഞു തരും നിങ്ങൾക്ക് അദ്ദേഹം SSFകാരനായിരുന്നോ, എന്തുകൊണ്ട് SSF നിന്ന് മാറി എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു തരും. പിന്നീട് പറഞ്ഞൊരു കാര്യം, പേരോട് പ്രസംഗത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുത്ത വ്യക്തി ഇദ്ദേഹമാണെന്നുള്ള. പേരോടിന്റെ പ്രഭാഷണത്തിന് സ്വാഗതം പറഞ്ഞു, ഹെൽപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ പേരോട് പ്രസംഗത്തിന് വേണ്ടി വരുമ്പോ കയറിയിരിക്കുന്ന പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം റെഫറൻസ് നടത്താറുള്ളത്, കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന, അതിന് സഹായം ചെയ്തിരുന്ന ഒരു പ്രമുഖനായ വ്യക്തിയുണ്ട്. ഈ വാഴക്കാട്ടങ്ങാടിയിൽ അവിടെ പള്ളിയും മദ്രസയും കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തിച്ച പ്രമുഖനായ ഈ വ്യക്തി ഇന്ന് അദ്ദേഹം ആ പള്ളിയിൽ കയറാതെ തൊട്ടപ്പുറത്തെ പള്ളിയിലേക്കാണ് പോകുന്നത്. ഞാൻ ഇത് കേൾക്കുന്ന ആളുകളെ ഈ കാര്യങ്ങൾ നേരിൽ കണ്ടു ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ വന്നാൽ അത് കാണിച്ചു തരാൻ വാഴക്കാട്ടുള്ള SKSFന്റെ പ്രവർത്തകർ തയ്യാറാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. പിന്നെ അതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, വാഴക്കാട്ടുകാരനായ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, വാഴക്കാട്ട് പേരോട് വന്ന് പ്രസംഗിച്ചിട്ട് എന്ത് ഗുണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് കിട്ടി? ഓംപ്ലേറ്റ് അടിക്കുന്ന ആളുകൾ കുറച്ച് കാശുണ്ടാക്കി എന്നുള്ളതല്ലാതെ വാഴക്കാട്ട് പഞ്ചായത്തിന് സുന്നി സമുദായത്തിന് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അവിടെയുള്ള എത്രയോ പ്രവർത്തകര് മുജാഹിദിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇവരുടെ പ്രവർത്തനം കൊണ്ട് അവിടെ ഒരു മുജാഹിദ് പ്രവർത്തകനെ സുന്നിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങളടുത്ത് സജീവ SKSFന്റെ പ്രവർത്തകരാ. നിങ്ങൾ പറഞ്ഞേരി, ഞങ്ങൾ സമ്മതിക്കാൻ റെഡിയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ മുന്നിൽ കൊണ്ടുവന്നാണ്ടാ ഇന്ന പ്രവർത്തകൻ ഞങ്ങളെ പ്രഭാഷണം കൊണ്ട് മുജാഹിദ് എന്ന് മാറി സുന്നിസത്തേക്ക് വന്ന് നിങ്ങളൊന്ന് പറഞ്ഞേരി. ഇത്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേളയിൽ സഹോദരന്മാരെ, വാഴക്കാടിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ.